കർത്തൃമേശയെന്നും കർത്താവിൻ്റെ അത്താഴമെന്നും നാം ഞായറാഴ്ചകളിൽ കൂടി വരുന്ന ഈ ശുശ്രൂഷയ്ക്ക് അപ്പം നുറുക്കലിന് വിളിക്കാറുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ രണ്ടും രണ്ടാണോ? എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് മേശയുടെ പുറത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ കർത്തൃമേശ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ വാക്ക് പഴയ നിയമത്തിലുള്ള വാക്ക്. എന്താ ഈ മേശ എന്ന് പറയുന്നത്? മേശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുതലാണ്. അപ്പം യഹോവയുടെ മേശ എന്ന് പറഞ്ഞാൽ എന്താ? അത് യാഗപീഠമാണ്, കർത്താവിൻ്റെ മേശ. അപ്പോൾ അത് പഴയ നിയമത്തിലുള്ള കാര്യമാണോ? കർത്താവിൻ്റെ മേശ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഉള്ളതാണ്. അത് യാഗപീഠമാണ്. കർത്താവിൻ്റെ മേശ എന്ന് വിളിക്കാനായിട്ട് പാടില്ല. കാരണം ഇത് എന്തുള്ളതാണ്? ഇത് ഓൾറെഡി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇനി പുതിയ നിയമത്തിൽ അതിന് തെളിവുണ്ടോ എന്ന് നോക്കാം. കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് 24 മണിക്കൂറും, അത് കർത്താവിൻ്റെ കരുതലാണ്. 24 മണിക്കൂറും 365 ദിവസവും നമ്മളോടൊപ്പം ഉള്ളപ്പോൾ തിരുവത്താഴം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മാത്രമായി സഭായോഗം കൂടി വന്ന് അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ചെയ്യുന്നത്. പക്ഷേ കർത്താവിൻ്റെ മേശ എന്ന് പറഞ്ഞാൽ എന്തല്ല? അത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമല്ല, കർത്താവ് ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യമാണ്. പെന്തക്കോസ് ദിവസം 50-ാം നാളാണെന്ന് പറഞ്ഞു. ഏത് 50-ാം നാൾ? പെസഹ പെരുന്നാൾ മുതൽ ഉള്ള 50-ാം നാളാണ്. അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആവണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? യഹൂദ കലണ്ടറിൽ 30 ദിവസമേ ഉള്ളൂ എല്ലാ മാസത്തിനും, ഏറെയും കുറഞ്ഞുമില്ല. അപ്പോൾ ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അനുഷ്ഠിക്കാൻ വേണ്ടി പൗലോസ് എന്ത് ചെയ്യുക? 7 ദിവസം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ പൗലോസ് ജെറുസലേമിലേക്ക് ബന്ധപ്പെട്ട് പോവുകയാണ്. വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ അടുത്ത ഞായറാഴ്ച ആകുന്നത് വരെ പൗലോസ് വെയിറ്റ് ചെയ്യുക. എങ്ങനെ അറിയാം? 20:16 നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇനി ആ വാക്ക് ബൈബിളിൽ നിന്ന് വായിച്ചേ. ഇത് കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനാണോ പറഞ്ഞത്? കുടിക്കുമ്പോഴൊക്കെ ചെയ്യാനാണോ പറഞ്ഞത്? നമ്മളെങ്ങനെയാണ് പറയുന്നത്? കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനായിരുന്നെങ്കിൽ ഈ 6 ദിവസം പൗലോസ് എന്ത് ചെയ്തേനെ? ഇത് ചെയ്തേനെ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ബന്ധമാണ്, ഒരു ശുശ്രൂഷയാണിത് എന്ന് നാം മനസ്സിലാക്കണം. സ്നാനവും എന്താണ്? സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല, പിന്നെയോ ദൈവത്തോടുള്ള അനുസരണത്തിലുള്ള മനസ്സാക്ഷിയുടെ അതാണ് കാണിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പ്രവർത്തനത്തിന് ചെന്നപ്പോൾ കയറി ചെന്നപ്പോൾ, നമ്മുടെ വിശ്വാസിയുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പാപികളാണെന്നും കർത്താവ് ക്രൂശിക്കപ്പെട്ടതാണെന്നും എന്തിനാ പറയുന്നത്? അപ്പോൾ നാം ഇത്രയും നേരം ചിന്തിച്ചത് തിരുവത്താഴം, കർത്തൃമേശ അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം, ഇതിലേതാണ് ശരി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് കണ്ടു. എന്നാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു. ഇത് ചെയ്യുമ്പോൾ, ഇത് അനുഷ്ഠിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ നമുക്ക് തിരുവെഴുത്ത് ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുന്നു. സഭ തിരുവചന വെളിച്ചത്തിൽ എന്ന വിഷയത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ഒരു പ്രാദേശിക സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ്? സ്നാനവും തിരുവത്താഴവും. അതിൽ സ്നാനത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ആരാ സ്നാനപ്പെടേണ്ടത്? എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്? ആരാണ് സ്നാനപ്പെടുത്തേണ്ടത്? ഈ വക കാര്യങ്ങളെല്ലാം നാം ചിന്തിച്ച് കഴിഞ്ഞതാണ്. ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്? ശിഷ്യനെ. ആ വാക്കാണ് വരേണ്ടത്. വിശ്വാസിയാണ്, പക്ഷേ ശിഷ്യൻ എന്ന വാക്ക് വരണം. ആരാ സ്നാനപ്പെടുത്തേണ്ടത്? ശിഷ്യന്മാർ തന്നെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇന്നയാൾ വിചാരിച്ചാലേ സ്നാനപ്പെടുത്താവൂ എന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സാക്ഷ്യജീവിതം നയിക്കുന്ന ആർക്കും, ഏതൊരു സഹോദരനും ആ ശുശ്രൂഷ നിർവഹിക്കാം. അത് നാം കണ്ടു കഴിഞ്ഞു. സ്നാനത്തിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. കർത്താവിനോട് കൂടെ മരിച്ച്
അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് പുതിയൊരു ജീവിതം നയിക്കുന്ന വ്യക്തി ഹൃദയത്തിൽ നടന്ന മാറ്റം പരസ്യമായി പ്രസ്താവിക്കുന്നു. ഇതാണ് സ്നാനത്തിലൂടെ നാം കണ്ടത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതിന് 2 പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. രണ്ട് വാക്കുകൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് കർത്തൃമേശ, മറ്റൊന്ന് കർത്താവിൻ്റെ അത്താഴം. ഇതിലേതാണ് ശരി? അതോ രണ്ടും ശരിയാണോ? കർത്തൃമേശയെന്നും കർത്താവിൻ്റെ അത്താഴമെന്നും നാം ഞായറാഴ്ചകളിൽ കൂടി വരുന്ന ഈ ശുശ്രൂഷയ്ക്ക് അപ്പം നുറുക്കലിന് വിളിക്കാറുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ രണ്ടും രണ്ടാണോ? എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? കർത്താവിൻ്റെ അത്താഴമാണ് കർത്തൃമേശ എന്ന് പറയുന്നു. എങ്ങനെ? കർത്താവിൻ്റെ അത്താഴം എന്ന് പറയാറില്ല. പറയാറുണ്ട്. ഞാൻ കൂടെ പറയുന്ന വാക്ക് തിരുവത്താഴം എന്നാണ്. കർത്തൃമേശ എന്നല്ല ഞാൻ പറയാറുള്ളത്. ഞാൻ സാക്ഷ്യം പറയുമ്പോഴും എവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം പറയുന്നത് തിരുവത്താഴം എന്നാണ് ഞാൻ പറയാറുള്ളത്. കർത്താവിൻ്റെ മേശ അല്ലെങ്കിൽ നമ്മളിതിനെ കർത്തൃമേശ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഒരേ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. മേശ എന്ന് പറയുന്ന വാക്കും അത്താഴം എന്ന് പറയുന്ന വാക്കും തന്നെ 2 അർത്ഥമാണ് തരുന്നത്. ശരിയല്ലേ? അപ്പോൾ തന്നെ ഇത് ഒരു കാര്യമല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഈ ടേബിളിൻ്റെ പുറത്താണ് ഇത് ഇരിക്കുന്നത് അല്ലേ? അപ്പവീഞ്ഞുകൾ ഇരിക്കുന്നത് മേശയുടെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ മേശമേലിരിക്കുന്ന അപ്പത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, അല്ലെ മേശമേലിരിക്കുന്ന പാനപാത്രത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു നമ്മൾ പറയുന്നത് തന്നെ. സപ്പോസ് ഇപ്പോഴാണല്ലോ കസേരയും ടേബിളും എല്ലാം വന്നത്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. തറയിലിരുന്ന് പായ ഉണ്ടോ ഇല്ലയോ, അപ്പോഴത്തെ കാലഘട്ടമാണല്ലോ. അപ്പോഴും ഈ ശുശ്രൂഷ നടന്നിരുന്നു അല്ലേ? അപ്പോൾ ഇതൊരു കൊരണ്ടിപ്പലകയുടെ പുറത്ത്, ഒരു ഫുഡ് സ്റ്റൂളിൻ്റെ പുറത്താണ് ഇത് ഇരുന്നിരുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിച്ചേന്? കൊരണ്ടി മേശയെന്ന് വിളിക്കുമോ? അല്ല കർത്താവിൻ്റെ കൊരണ്ടി എന്ന് വിളിക്കുമോ? ഇത് കർത്തൃമേശ, അത് കൊരണ്ടി, അങ്ങനെ പറയാൻ പറ്റുമോ? പറയാനൊക്കത്തില്ല. പക്ഷേ ആ ശുശ്രൂഷ അവിടെ ഉണ്ട് അപ്പോഴും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് മേശയുടെ പുറത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ കർത്തൃമേശ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ വാക്ക് പഴയ നിയമത്തിലുള്ള വാക്കാണ്. എന്നാൽ പുതിയ നിയമസഭ ആരംഭിക്കുന്നത് എപ്പോഴായിരുന്നെന്ന് നമ്മൾ ആദ്യമേ ചിന്തിച്ച് കഴിഞ്ഞു. പെന്തക്കോസ്ത് നാളിലാണ് പുതിയ നിയമസഭ ആരംഭിക്കുന്നത്. തിരുവത്താഴം കർത്താവിൻ്റെ മരണത്തിന് മുമ്പ് കർത്താവ് സ്ഥാപിച്ചതുമാണ്. അപ്പോൾ അതിനു മുമ്പ് എന്തില്ല? തിരുവത്താഴം എന്ന് പറയുന്ന പരിപാടി ഇല്ല. പക്ഷേ കർത്തൃമേശ എന്ന വാക്ക് അല്ലെങ്കിൽ ലോർഡ്സ് ടേബിൾ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ മേശ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം പഴയ നിയമത്തിലുണ്ടായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലുള്ള കാര്യം പുതിയ നിയമത്തിലേക്ക് എടുത്തു പറയുമ്പോൾ അത് രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. പോട്ടെ, ഈ മേശ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള അർത്ഥമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് 23-ാം സങ്കീർത്തനം വളരെ പരിചയമായിട്ടുള്ള ഒരു സങ്കീർത്തനം. അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതി. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. വേറെ ട്രാൻസ്ലേഷൻ ആരുടെങ്കിലും കയ്യിലുണ്ടോ? മിന്നുവിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ച. Psalm verse 5.
യു പ്രിപ്പയർ എ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മൈ എനിമീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു. അതേത് മേശയത്? ഘോരവൈരിയിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിടുമേ. പാടാറില്ലേ? സ്തുതി സ്തുതി ജന്മനം എന്നുള്ള പാട്ടിനകത്തുണ്ടത്. എന്താ ഈ മേശ എന്ന് പറയുന്നത്? മേശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുതലാണ്. കർത്താവിൻ്റെ കരുതലാണ് മേശ. അതൊരർത്ഥം. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ഈ മേശ എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള, അതായത് ഡൈനിങ് ടേബിൾ, ഊണുമേശ, ആഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും എന്തെന്ന് പറയും? മേശയെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ സഹോദരി മേശ ഒരുക്കുന്നതിൽ വളരെ മിടുക്കിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സഹോദരി ആശാരിയാണെന്നാണോ? അല്ല, പിന്നെന്തുവാ? വെച്ച് വിളമ്പുന്ന കാര്യത്തിൽ ആ സഹോദരി വളരെ സമർത്ഥയാണ്, ഉത്സാഹമുള്ളവളാണ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ മേശയെന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് കർത്താവിൻ്റെ കരുതൽ, മറ്റൊന്ന് അതിൽ തന്നെ ഉള്ളതാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? തൻ്റെ മക്കൾക്ക് പട്ടിണി കിടക്കാൻ അനുവദിക്കാതെ ഓരോ സമയങ്ങളിൽ വേണ്ടതെല്ലാം കൊടുക്കുന്നത് കർത്താവിൻ്റെ പ്രൊവിഷനാണ്, കരുതലാണ്, ആഹാരമാണ്. ഇനി മറ്റൊരർത്ഥം കൂടെയുണ്ട്. മീഖാ പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. മീഖാ പ്രവചനം മലാഖി പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. മലാഖി പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ ആ ആ ആ യഹോവയുടെ മേശ നിന്ദ്യമാണെന്ന് നിങ്ങൾ. അപ്പോൾ യഹോവ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് എന്നർത്ഥം. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദ ലോർഡ് എന്നാണ്. PSC ബൈബിളിലും കർത്താവ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം യഹോവയുടെ മേശ എന്ന് പറഞ്ഞാൽ എന്താ? അത് യാഗപീഠമാണ്, കർത്താവിൻ്റെ മേശ. അപ്പോൾ അത് പഴയ നിയമത്തിലുള്ള കാര്യമാണോ? കർത്താവിൻ്റെ മേശ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഉള്ളതാണ്. അത് യാഗപീഠമാണ്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മേശ യാഗപീഠമാണ്, അല്ലെങ്കിൽ ബലിപീഠമാണ്. ഇനി മറ്റൊന്ന് 12-ാമത്തെ വാക്യം അതേ അധ്യായത്തിൻ്റെ, മലാഖി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. നിങ്ങൾ യഹോവയുടെ മേശ മലിനമാക്കിയിരിക്കുന്നു. ദി ലോർഡ്സ് ടേബിൾ ഈസ് ഡിഫൈൽഡ് ബൈ യു. അവിടെയും കർത്താവിൻ്റെ മേശ ഉണ്ട്. അതും യാഗപീഠത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വാക്ക് പഴയ നിയമത്തിലുള്ളൊരു കാര്യമാണ്, കർത്തൃമേശ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മേശ, യഹോവയുടെ മേശ എന്നുള്ള വാക്കെല്ലാം പഴയ നിയമത്തിലുള്ളതാണ്. പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയെ എന്തെന്ന് വിളിക്കാൻ പാടില്ല? കർത്താവിൻ്റെ മേശ എന്ന് വിളിക്കാനായിട്ട് പാടില്ല. കാരണം ഇതെന്തുള്ളതാണ്? ഇത് ഓൾറെഡി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇനി പുതിയ നിയമത്തിൽ അതിന് തെളിവുണ്ടോ എന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 1ഉം 2ഉം വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തികൾ, ബുക്ക് ഓഫ് ആക്ട്സ്, ചാപ്റ്റർ 6, 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ, വേഴ്സസ് 1 and 2. ആ ആ ആ ആ മതി. ഞങ്ങൾ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അത് അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് വിശ്വാസികൾ തമ്മിലൊരു പ്രശ്നം. രണ്ട് വിശ്വാസികളെന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗത്തിലുള്ള വിശ്വാസികളാണ്. ഒരു കൂട്ടർ യവന ഭാഷ സംസാരിക്കുന്നവരും ഒരു കൂട്ടർ എബ്രായ ഭാഷ സംസാരിക്കുന്നവരുമാണ്. രണ്ടും യഹൂദന്മാർ തന്നെയാണ്. രണ്ടു കൂട്ടരും വിശ്വാസികളാണ്, രണ്ടു കൂട്ടരും ശിഷ്യന്മാരാണ്. പക്ഷേ യവന ഭാഷക്കാരുടെ കംപ്ലൈൻറ്റ്, പരാതി എന്ന് പറയുന്നത് ദിനംപ്രതിയുള്ള മേശയിലെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ വിധവമാരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, ശിഷ്യന്മാരുടെ കൂട്ടത്തെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചിട്ട് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. അത് ഏത് മേശയത്? അന്നേരം
വായിച്ച ഇംഗ്ലീഷ് പേപ്പറിൽ വായിച്ച. ടു സെർവ് ടേബിൾ എന്ന് പറഞ്ഞാൽ മേശകളിൽ ഫുഡ് കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾ ദൈവവചനം വിട്ടേച്ച് ഞങ്ങൾ വന്ന് ആ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അപ്പോസ്തലന്മാർ പറയുക. അപ്പം മേശയിലെ ശുശ്രൂഷ എന്താ അവിടെ വന്നേക്കുന്നത്? ഭക്ഷണമേശ, ഡൈനിങ് ടേബിളാണ്. ഊണുമേശയുടെ കാര്യമാണ് പറഞ്ഞത്. ദിനംപ്രതി വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അന്ന് ആഹാരം കഴിക്കുന്നത്. എല്ലാവരും കർത്താവ് ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്യുക? സാധന സാമഗ്രികൾ, സ്വത്തുവകകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ ആൾക്കാർ കൊണ്ട് വെച്ചിരിക്കുക. എല്ലാവരും പൊതുവകയെന്ന് എണ്ണി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരുമിച്ചിരുന്ന് ക്യാമ്പിലെന്ന പോലെ ആഹാരം കഴിക്കുക. അപ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോഴാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചിട്ട് മേശയിലെ ശുശ്രൂഷയ്ക്ക് വരുന്നത് ശരിയാകത്തില്ല. അപ്പോൾ മേശയിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഊണുമേശ, ഭക്ഷണമേശയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് ഭക്ഷണമേശയല്ല. ഇവിടെ നമ്മൾ തിരുവത്താഴം പറയുന്നത് എന്തല്ല? ഭക്ഷണമേശ അല്ല. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാൻ പാടില്ല? കർത്താവിൻ്റെ മേശയെന്നും പറഞ്ഞ് അതിനെ അഭിസംബോധന ചെയ്യാനായിട്ട് പാടില്ല. അത് കർത്താവിൻ്റെ അത്താഴമാണ്, ലോർഡ്സ് സപ്പറാണ്. കാരണം തിരുവത്താഴ വേളയിലാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പെസഹയുടെ അത്താഴത്തിലാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഈ അത്താഴം സ്ഥാപിക്കുന്നത്. അതിൻ്റെ പേരാണ് തിരുവത്താഴം അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നു. കർത്താവിൻ്റെ മേശ എന്നതാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിനുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ഇത് വാക്കുകൾ തമ്മിൽ തന്നെ ഇതിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ഇത് പഴയ നിയമത്തിലുണ്ടായിരുന്നു, പുതിയ നിയമത്തിലേക്ക് മാത്രമായിട്ട് വന്നൊരു കാര്യമല്ല, പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ മേശ ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ കരുതലാണെന്ന് പറഞ്ഞു. ഇത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം മാത്രമേ നമ്മളോടൊപ്പം ഉള്ളൂ. കർത്താവിൻ്റെ കരുതൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മാത്രമേ നമ്മളോടൊപ്പം ഉള്ളൂ. 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ കൂടെ കർത്താവിൻ്റെ കരുതൽ ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതോ, തിരുവത്താഴമെന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മാത്രമായിട്ട് അനുഷ്ഠിക്കേണ്ട ഒന്നുമാണ്. കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് 24 മണിക്കൂറും, അത് കർത്താവിൻ്റെ കരുതലാണ്. 24 മണിക്കൂറും 365 ദിവസവും നമ്മളോടൊപ്പം ഉള്ളപ്പോൾ തിരുവത്താഴമെന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മാത്രമായി സഭായോഗം കൂടി വന്ന് അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, തിരുവത്താഴമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അനുഷ്ഠാനമാണ്. ഇതൊരു അനുഷ്ഠാനമാണ്, ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ചെയ്യുന്നത്. പക്ഷേ കർത്താവിൻ്റെ മേശയെന്ന് പറഞ്ഞാൽ എന്തല്ല? അത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമല്ല, കർത്താവ് ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞാൻ മനഃപൂർവ്വമായിട്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ സഭായോഗത്തിന് വന്ന് ഞാൻ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യമാണ്. മറ്റതോ, അത് കർത്താവ് എനിക്ക് തരുന്ന കർത്താവിൻ്റെ കരുതലാണ്. അത് ഞാൻ അങ്ങോട്ടൊന്നും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല, കർത്താവ് ഇങ്ങോട്ട് തരുന്ന കരുതലാണ്. പക്ഷേ ഇത് ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനിയും കർത്താവിൻ്റെ കരുതൽ അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാനാണ് കഴിയുന്നുള്ളൂ. അത് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? കർത്താവിനെ നമുക്ക് കാണാനും പറ്റത്തില്ല, പക്ഷേ കർത്താവ് നടത്തുന്ന വഴികൾ നമുക്കറിയാം, കർത്താവിൻ്റെ കരുതൽ എന്നാന്ന് നമുക്കറിയാം. അത് അനുഭവിച്ചറിയാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിനോട് നന്ദിയും പറഞ്ഞ് വിശ്വസ്തരായിട്ട് ജീവിക്കുകയും വേണം. അത് വേറൊരു വശം. പക്ഷേ തിരുവത്താഴം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനും സാധിക്കും, തൊടാനും സാധിക്കും, അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും വ്യത്യാസം, ഇനി ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വിഷയം വളരെ വിസ്തൃതമാണിത്. ഇത് തന്നെ ചിന്തിക്കാൻ പോയാൽ 3-4 ആഴ്ചകൾ അതിന് വേണ്ടി വരും. പക്ഷേ നമ്മുടെ പഠന സൗകര്യാർത്ഥം അതിനെ വെട്ടിച്ചുരുക്കി ചില അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ ഈ കർത്തൃമേശയും തിരുവത്താഴവും തമ്മിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഇതിനെ വിളിക്കേണ്ടത് കർത്താവിൻ്റെ അത്താഴമെന്നോ തിരുവത്താഴമെന്നോ ആണ് വിളിക്കേണ്ടത്. മറ്റേത് കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്.
അത് കർത്താവ് ഇങ്ങോട്ട് കാണിക്കുന്ന കരുതലാണ്, നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യം അല്ല. അത്രയും മനസ്സിലാക്കുക. ഇനിയും എന്നാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്? എന്നാണിത് അനുഷ്ഠിക്കേണ്ടത്? എന്നാണ് അനുഷ്ഠിക്കേണ്ടത്? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള കാര്യകാരണങ്ങളും മിക്കവാറും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരുപാട് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് വളരെ സുപരിചിതമാണ്. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് അതിനോട് ബന്ധപ്പെട്ട് പറയാം. ഒന്ന്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എന്നാ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് നമുക്കറിയാം. റെഫറൻസുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. അന്ന് തന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. അപ്പോസ്തലനായ തോമസ് ഇല്ലായിരുന്നു. പിന്നെ തോമസ് എപ്പോഴാണ് കർത്താവിനെ കാണുന്നത്? അതിനടുത്ത ഞായറാഴ്ചയാണ്. അതിനടുത്ത ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലാണ് തോമസ് കൂടെ ഉൾപ്പെടെയുള്ള ആ കൂടിയിരിക്കുന്ന അവരുടെ മധ്യത്തിലേക്ക് കർത്താവ് വരികയും ആണിപ്പഴുത് തോമസിനെ കാണിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് കർത്താവ് അവിടെ വന്നത്. ഇനി പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിച്ചതെന്ന് നമ്മൾ ആദ്യമേ ചിന്തിച്ചു കഴിഞ്ഞു. ഈ പെന്തക്കോസ്ത് നാൾ എന്നായിരിക്കാം? 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അത് ആഴ്ചയിൽ ഏത് ദിവസമായിരിക്കാം? സൺഡേ ആയിരിക്കാം. ഇതിന് വല്ല തെളിവുണ്ടോ? പെന്തക്കോസ്ത് ദിവസം 50-ാം നാളാണെന്ന് പറഞ്ഞു. ഏത് 50-ാം നാൾ? പെസഹ പെരുന്നാൾ മുതൽ ഉള്ള 50-ാം നാളാണ്. അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആവണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ആദ്യം അതിൻ്റെ ആലങ്കാരികമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് വരാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. ആ ആ ആ ഓക്കെ. 15-ാമത്തെ ദിവസം എന്തായി? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അഥവാ പെസഹ പെരുന്നാളായി. ഇനി 8, 9, 10 വാക്യങ്ങളിൽ ആദ്യഫല പെരുന്നാൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രൂട്ട്. യഹോവ പിന്നെയും മോശെയോട് ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം കിട്ടിയില്ല? ലേവ്യ പുസ്തകം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിൻ്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കർത്താവ് മരിക്കുന്നത് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച, പിറ്റേന്നാൾ ശബത്താണ്. അതുകൊണ്ട് ശരീരങ്ങൾ കുരിശിലിരിക്കരുതെന്ന് വെച്ചിട്ടാണ് കാലൊടിപ്പിച്ച് കള്ളന്മാരുടെ ബോഡി എടുക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും കർത്താവ് മരിച്ചിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അസ്ഥിയൊന്നും ഒടിഞ്ഞില്ല, ഒടിച്ചതുമില്ല. പിറ്റേന്നാൾ ശബത്താണ്. അപ്പോൾ ശബത്തിൻ്റെ പിറ്റേ ദിവസം എന്ത് സംഭവിക്കണമെന്നാണ് പറഞ്ഞത്? ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ ആഘോഷിക്കണം. ശബത്തിൻ്റെ പിറ്റേ ദിവസം, അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ്. അന്നാണ് കർത്താവ് എന്ത് ചെയ്തത്? ഉയർത്തെഴുന്നേറ്റത്. മരിച്ചവരിൽ നിന്ന് ആദ്യമായി സ്വയമായി ഉയർത്തത് കർത്താവാണ്, ആദ്യഫലം. ഇനിയും 15ഉം 16ഉം വാക്യങ്ങൾ, 23-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. ആ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തുടങ്ങി 7 ശബത്ത് എടുക്കണം. മാവ് കൊണ്ട് മതി. ഇത് നീരാജനത്തിനുള്ള ഭോജനയാഗത്തിൻ്റെ നിയമമാണ്. ഇത് വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്ത് ഡേയിൽ ചെയ്യേണ്ട കാര്യമാണ്. പെന്തക്കോസ്ത് ദിനം ആ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. എന്നു മുതലാണ്? ആ ശബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ 50 ദിവസം തികയുമ്പോൾ. ഓക്കെ, നമുക്ക് ഈ കലണ്ടർ ഒന്ന് എടുക്കാം.
എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഇത് വെള്ളിയാഴ്ച 2-ാം തീയതി, ഇത് ദുഃഖവെള്ളി, 3-ാം തീയതി ശബത്ത്, ഓക്കെ. 4-ാം തീയതി ഞായറാഴ്ച, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, അഥവാ നീരാജനം ചെയ്യേണ്ടുന്ന ദിവസം, ആദ്യഫലക്കറ്റ നീരാജനം. ഇവിടം തുടങ്ങി 50 ദിവസം എടുക്കാൻ പോവാം. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഇവിടം വരെ 21 ദിവസമാകും. 21, 22, 23, 24, 25, 26, 27, 28, 28, 7, 35, 35, 7, 42, 42, 7, 49. 50-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ 24-ആണ്. ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണോ? ആണ്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ലേവ്യ പുസ്തകത്തിലുണ്ടായിരുന്ന ഒരു നിഴലാണ്. ഇതിൻ്റെ പൊരുളാണ് വാസ്തവത്തിൽ എവിടെ സംഭവിച്ചത്? പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. കർത്താവ് കൃത്യമായി പെസഹ പെരുന്നാളിൽ കൊല്ലപ്പെടുന്നു. ശബത്ത് കഴിഞ്ഞ് പിറ്റേന്ന നാൾ ആദ്യഫലക്കറ്റമായി കറ്റയ, അല്ലെങ്കിൽ ആദ്യഫലം മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. കൃത്യം 50-ാം നാളിൽ പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സഭ സ്ഥാപിക്കപ്പെടുകയും കർത്താവിൻ്റെ ശരീരവും ആ തലയും തമ്മിൽ എന്ത് ചെയ്യാം? ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കൃത്യമായി എഴുതി വെച്ചതിന് പ്രകാരം നടന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരികയില്ല. ഇനി ന്യായമായി ചിന്തിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെ വരുമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? അല്ല, നമ്മുടെ കലണ്ടർ വെച്ച് നടക്കത്തില്ല. കാരണം എന്താ? ജനുവരി 31 ഉണ്ടെങ്കിൽ ഫെബ്രുവരി 28, ഈ വർഷം 29 അതിവർഷമാണ്. മാർച്ച് 31 ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ. ഇങ്ങനെ ഏറെയും കുറഞ്ഞും വരുന്നതുകൊണ്ടാണ് 365 ദിവസം എടുക്കുന്നതും ഈ വർഷം 366 ദിവസം വരുന്നത്. പക്ഷേ യഹൂദ കലണ്ടറിൽ 30 ദിവസമേ ഉള്ളൂ എല്ലാ മാസത്തിനും. ഏറെയും കുറഞ്ഞുമില്ല. യഹൂദ കലണ്ടർ അനുസരിച്ച് 30 ദിവസം മാത്രമേ എല്ലാ മാസങ്ങൾക്കും കൃത്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു വരവെണ്ണം തെറ്റത്തുമില്ല. ഇത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൻ്റെ പ്രത്യേകതയാണ് നമ്മളീ പറഞ്ഞത്. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വരാം. 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. മതി. പൗലോസ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ പൗലോസും കൂട്ടരും കൂടെ ത്രോവാസിൽ എന്ത് ചെയ്യുക? സഹോദരന്മാരെ വിളിച്ചു വരുത്തി ഒരു ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറഞ്ഞാൽ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടി വന്നു. അപ്പോൾ ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അനുഷ്ഠിക്കാൻ വേണ്ടി പൗലോസ് എന്ത് ചെയ്യുക? 7 ദിവസം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ പൗലോസ് യെരുശലേമിലേക്ക് ബന്ധപ്പെട്ട് പോവുകയാണ്. വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ അടുത്ത ഞായറാഴ്ച ആകുന്നത് വരെ പൗലോസ് വെയിറ്റ് ചെയ്യുക. എങ്ങനെ അറിയാം? 20-16 കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസ്യയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണമെന്ന് നിശ്ചയിച്ചിരുന്നു. കപ്പൽ യാത്രയുടെ കാര്യമാണ് പറഞ്ഞു. പെന്തക്കോസ്ത് നാളിലേക്ക് എവിടെ എത്തണം? യെരുശലേമിൽ എത്തണം. അപ്പോൾ ഇവിടെ 7 ദിവസം വെയിറ്റ് ചെയ്താൽ ആ 7 ദിവസം കൊണ്ട് പിന്നെ യാത്ര അധികരിക്കണം. പെന്തക്കോസ്ത് നാളിൽ എത്തേണ്ടതാണ്. പക്ഷേ 7 ദിവസം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക അടുത്ത ഞായറാഴ്ച വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ഇതിനകത്ത് മിസ്സാവുന്നുണ്ട്. എന്താ മിസ്സാവുന്നതെന്ന് ചോദിച്ചാൽ പൗലോസിന് ഒരു സൺഡേ മിസ്സായിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? അതിന് തൊട്ടു മുകളിലത്തെ വാക്യം, അതായത് 6-ാമത്തെ വാക്യം, ഞങ്ങളോ പുളിപ്പില്ലാത്തതിൻ്റെ അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് ഫിലിപ്പയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി. 7 ദിവസം അവിടെ പാർത്തു. 7 ദിവസം മൊത്തം അവിടെ പാർത്തു. 5 ദിവസം കൊണ്ട് യാത്ര ചെയ്താണ് എത്തിയത്. അപ്പോൾ പുറപ്പെടുന്നത് 7-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാത്രി പ്രസംഗം നീട്ടി തിങ്കളാഴ്ച വെളുപ്പിന് പോവുക. അപ്പോൾ തിങ്കളാഴ്ച കൂട്ടുന്നില്ല, ഞായറാഴ്ച വരെയാണ് അവസാനത്തെ ദിവസം 7. അപ്പോൾ ന്യായമായിട്ടും പൗലോസും കൂടെയുള്ള ലൂക്കോസും ശീലാസും എപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടാകുന്നത്? തലേ ആഴ്ചയിൽ തിങ്കളാഴ്ചയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഞായറാഴ്ച മിസ്സിങ് ആയി.
ഒരു ഞായറാഴ്ച മിസ്സിംഗ് ആയി. ഒരു ഞായറാഴ്ച മിസ്സിംഗ് ആയെങ്കിൽ അതിനർത്ഥം വേറൊന്നാണ്. എന്താ അർത്ഥം? പൗലോസിൻ്റെ കൂടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഞങ്ങളെന്ന് പറഞ്ഞാൽ എഴുതുന്ന ലൂക്കോസും ശീലാസുമുണ്ട്. എന്നിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല? തിരുവത്താഴം ആചരിച്ചിട്ടില്ല. യാത്രയിലാണ്, തിരുവത്താഴം ആചരിച്ചിട്ടില്ല. അതെങ്ങനെ മനസ്സിലായി തിരുവത്താഴം ആചരിച്ചിട്ടില്ല എന്നുള്ളത്? ആചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഈ 7ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. 6 ദിവസം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? അവിടെയുള്ള വിശ്വാസികളെ കൂട്ടിവരുത്തി അപ്പം നുറുക്കാൻ മെനക്കെട്ടില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു. പക്ഷേ 1-ാം നാളിലെ ഇത് പാടുള്ളൂ എന്ന് പൗലോസിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7ാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ 2-3 പേർ കൂടി വരുന്നിടത്തെല്ലാം തിരുവത്താഴം ആചരിക്കാൻ വ്യവസ്ഥയില്ലെന്നുള്ളൊരു തെളിവാണ് ഞാനീ പറഞ്ഞത്. പൗലോസിനോടൊപ്പം ലൂക്കോസും ശീലാസും ഉണ്ടായിരുന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല? തിരുവത്താഴം ആചരിച്ചിട്ടില്ല. അതിന് ഇത്രയും നാളും ഈ വിശ്വാസികൾ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല? ത്രോവാസിൽ വന്ന് അവിടെ സഹോദരന്മാരുണ്ടായിരുന്നിട്ടും 7ാമത്തെ ദിവസം വരെ, ഞായറാഴ്ച വരെ ഇവർ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ എങ്ങനെ വായിക്കുന്നത്? 11-ാം അധ്യായത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവണ്ണം തന്നെ പാനപാത്രം എടുത്തു. അത്താഴം കഴിച്ച ശേഷം പാനപാത്രം എടുത്തു. ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു. ബാക്കി പറ. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇനി ആ വാക്ക് ബൈബിളിൽ നിന്ന് വായിച്ചേ. പതിനൊന്നിൻ്റെ 25. ആ ഓക്കെ. ഇത് കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനാണോ പറഞ്ഞത്? കുടിക്കുമ്പോഴൊക്കെ ചെയ്യാനാണോ പറഞ്ഞത്? നമ്മളെങ്ങനെയാണ് പറയുന്നത്? കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനായിരുന്നെങ്കിൽ ഈ 6 ദിവസം പൗലോസ് എന്ത് ചെയ്തേനെ? ഇത് ചെയ്തേനെ. പക്ഷേ 7-ാം ദിവസം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏതെല്ലാം സൺഡേ കൂടി വരുന്നോ അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുടിക്കുമ്പോൾ എപ്പോൾ കുടിച്ചാലും കൊള്ളാം, ഇത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തോളണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത് ഞായറാഴ്ച കൂടി വന്നാലും കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം, അതാണ് പറഞ്ഞത്. അല്ലാതെ കൂടി വരുമ്പോഴൊക്കെ കുടിക്കുക എന്നൊരു പരിപാടി ആയിരുന്നില്ല. കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ പൗലോസ് എന്ത് ചെയ്യാമായിരുന്നു? ഈ 6 ദിവസം വെയിറ്റ് ചെയ്യാതെ ഒരു അത്താഴ ശുശ്രൂഷ ചെയ്തിട്ട് 2-ാമത്തെ ദിവസം തന്നെ അവിടെ നിന്ന് മടങ്ങി പോകാമായിരുന്നു. പക്ഷേ 7-ാമത്തെ ദിവസം വരെ പൗലോസും സഹപ്രവർത്തകരും അവിടെ വെയിറ്റ് ചെയ്യണം. യെരുശലേമിലേക്കുള്ള ഓട്ടത്തിലാണ്, ബദ്ധപ്പാടാണ്. എന്നിട്ടും ക്ഷമയോടുകൂടെ ഈ 7-ാമത്തെ ദിവസത്തിന് വേണ്ടി പൗലോസും സഹപ്രവർത്തകരും കാത്തിരുന്നു. എന്നിട്ടാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചത്. അതിന് ശേഷമാണ് അവർ പോയത്. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന് പറയുന്നത് ഡെഫിനിറ്റാണ്. ഇനിയും സമയം അധികരിക്കുന്നു. ഇനി നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. പ്രത്യേകതകളെന്ന് ഞാൻ പറഞ്ഞാൽ, ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നാം ഓർമ്മിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങൾ അതൊന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് ആദ്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആ ആ ആ മതി. മിസ്രൈമിൽ നിന്ന് ഈ ഇസ്രായേൽ മക്കളെ വെടിവെച്ച് പോരുമ്പോൾ അവിടെ എന്ത് ചെയ്തു? എല്ലാ വീടുകളിലും ഓരോ കുഞ്ഞാടുകളെ അറുത്തു. ഇത് നിത്യ നിയമമായിരിക്കണം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, മറന്നു പോകാൻ പാടില്ല. സ്നാപക യോഹന്നാൻ കർത്താവിനെ ചൂണ്ടിക്കൊണ്ട് എന്ത് പറഞ്ഞു? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ പറയും, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്ത മുന്നറിയിപ്പ് എന്താ? ഇത് മറന്നു പോകാനായിട്ട് പാടില്ല. നിങ്ങൾ അടിമകളായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരായാണ് എന്ന് നിങ്ങൾ ഓർക്കണം.
അതിനുവേണ്ടി ഒരു കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിയതാണ് എന്ന് നിങ്ങൾ ഓർക്കണം. മറ്റുള്ളവർക്ക് കരച്ചിലിൻ്റെയും അവരുടെ കടിഞ്ഞൂലുകളെ കുഴിച്ചിടുന്ന സമയത്ത് നിങ്ങളുടെ വീടുകളിൽ എന്തായിരുന്നു? സന്തോഷമായിരുന്നു, ആനന്ദക്കണ്ണീരായിരുന്നു. മിസ്രൈമിലുള്ള വീടുകളിലല്ലോ കടിഞ്ഞൂലുകളെ കുഴിച്ചിടുന്ന തിരക്കിലുമായിരുന്നു. അതെല്ലാം ഓർക്കണം. നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കും. പുറപ്പാട് പുസ്തകത്തിൽ ഇത് ആവർത്തിച്ച് നാം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതെന്താ നമ്മളിങ്ങനെ അനുഷ്ഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണമെന്ന് മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യമാണ് ഇന്ന് നമ്മുടെ സഭയിൽ ഈ തിരുവത്താഴ് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, നമ്മൾ എന്തിനാണ് ഇത് അനുഷ്ഠിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി കൊടുക്കാൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി അതിനുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, കർത്താവ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് തിരുവത്താഴ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. കാല് കഴുകിയിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഞങ്ങളല്ല ഞാൻ ചെയ്തത് അറിയുന്നുവോ? മതി ഇതൊരു ചോദ്യമാണ്. ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തത്? ഡു യു നോ വാട്ട് ഐ ഹാവ് ഡൺ ടു യു? ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതേ ചോദ്യം ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. തിരുവത്താഴം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒരു ചോദ്യം കർത്താവ് നമ്മളോട് ചോദിച്ചാൽ നമുക്കെന്നെ മറുപടിയുണ്ട്? നമ്മൾ വിശ്വാസികളായതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ ശീലങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം, ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്ലാസ് കാപ്പി, അല്ലെങ്കിൽ രാവിലെ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ സ്തോത്രം ചെയ്യുമായിരിക്കാം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു വാക്ക് എന്ത് ചെയ്യും? സ്തോത്രം എന്ന് പറഞ്ഞിട്ട് കഴിക്കും. എന്തായാലും തെറ്റില്ല, ദൈവത്തിനെ ഓർത്തിട്ടാണല്ലോ കഴിക്കുന്നത്, നന്ദി പറഞ്ഞിട്ടാണല്ലോ കഴിക്കുന്നത്. ഇതൊരു ശീലമല്ലേ? അതൊരു ശീലമാണ്. ഈ ശീലം പോലും ചിലർ മറന്നു പോകാറുണ്ട്. വിശപ്പിൻ്റെ ആധിക്യം നിമിത്തം എടുത്ത് വായിലിട്ട് പോവും. അപ്പോൾ ബാക്കിയുള്ളവർ സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞെന്നും വരാം. അപ്പോൾ ചിലർ വായിലിരിക്കുന്ന ആഹാരത്തിനും പ്ലേറ്റിലിരിക്കുന്ന ആഹാരത്തിനും വേണ്ടി സ്തോത്രം ചെയ്ത ചരിത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശീലമായി കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ വരുന്നതായിട്ട് തോന്നുന്നില്ല. ശീലമായി കഴിഞ്ഞു. 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും ജീവിതശൈലിയുടെ ഭാഗമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. 20 ദിവസം തുടർച്ചയായി ചെയ്യുന്ന ഏതൊരു കാര്യവും 21-ാമത്തെ ദിവസം മുതൽ സ്വഭാവമെന്നാണ് സയൻസ് പറയുന്നത്. ഇതേ കാര്യമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ത് ഗൗരവമാണ് ഈ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് നാം കൊടുക്കാറുള്ളത്? അതിൽ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഒബീഡിയൻസ്. ഇത് അനുസരണയുടെ ഒരു പ്രവൃത്തിയാണ്. കാരണം എന്താ കർത്താവ് പറഞ്ഞത്? ഡു ഇറ്റ് ഇൻ റിമംബറൻസ് ഓഫ് മീ. ഇതെനിക്ക് വേണ്ടി ചെയ്യണം എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി ചെയ്യണം. ഡു ഇറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ചെയ്യണം. അപ്പോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞത് അനുസരിക്കണം. കർത്താവ് പറഞ്ഞ് അനുസരിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ബന്ധമാണ്, ഒരു ശുശ്രൂഷയാണിത് എന്ന് നാം മനസ്സിലാക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കൽപ്പന അനുസരിക്കാനായിട്ട്. ഈ കൽപ്പനയെന്നല്ല, ഏത് കൽപ്പനയാണെങ്കിലും, കർത്താവിൻ്റെ ഏത് കൽപ്പനയാണെങ്കിലും അത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് അനുസരിക്കാൻ പറ്റുന്നത്. മനസ്സില്ലാ മനസ്സോടെ അനുസരിക്കാം, മനസ്സില്ലാ മനസ്സോടെയും അനുസരിക്കാം. നമ്മൾ സൈമൺ സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പാതി മനസ്സോടെ ഏകിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാം.
അർത്ഥമനസ്സോടെ, മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്ന ഒരു കാര്യവും ഈ റൂഫ് വിട്ട് എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയില്ല. അപ്പോൾ ഇത് അനുസരിക്കുന്നു എന്ന സ്നാനവും എന്താണ്? സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല, പിന്നെയോ ദൈവത്തോടുള്ള അനുസരണത്തിലുള്ള മനസ്സാക്ഷിയെ അതാണ് കാണിക്കുന്നത്. മനസ്സാക്ഷിയിൽ കുറ്റബോധം വരാൻ പാടില്ല. അനുസരണത്തിനു വേണ്ടിയാണ് സ്നാനവും ചെയ്യുന്നതും തിരുവത്താഴവും അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ അനുസരിക്കാനുള്ള ഒരു കാര്യമായത് അത് പൂർണ്ണ മനസ്സോടെ പരപ്രേരണ കൂടാതെ അനുസരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് നന്ദി പറച്ചിലിൻ്റെ ഒരു ശുശ്രൂഷയാണ്. നന്ദി പറച്ചിലിൻ്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിൻ്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അപ്പോൾ നമ്മളിതിനു വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? അപ്പത്തിന് വേണ്ടിയും വീഞ്ഞിന് വേണ്ടി സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. കേട്ടിരിക്കുന്നവർ എന്ത് പറയണം? ആമേൻ പറയണം. അതാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കേട്ടവന് തിരിയാതിരിക്കുക നിൻ്റെ സ്തോത്രത്തിന് അവൻ എങ്ങനെ ആമേൻ പറയും? അപ്പോൾ കേട്ടവന് മനസ്സിലാക്കണം എന്താണെന്ന് വേണ്ടത്. അവൻ ആമേൻ പറയണമെങ്കിൽ ഈ സ്തോത്രം ചെയ്യുന്ന വ്യക്തി സ്തോത്രമാണ് ചെയ്യുന്നതെന്ന് ആർക്ക് മനസ്സിലാവണം? കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം. എന്തിനാ ഈ നന്ദി പറയുന്നത്? എന്തിനാ ഈ നന്ദി പറയുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇവിടെ ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു, ഞാനും അച്ഛനും കൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ, ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ, ക്വാർട്ടേഴ്സിന് തൊട്ട് മുമ്പ് കേന്ദ്രീയ വിദ്യാലയം കഴിയുമ്പം ഒരു ഹമ്പുണ്ട്. അതിന് 2-3 കുഴികളുണ്ട് ആ ഹമ്പിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിക്ക് ഈ കുഴി ചാടാതെ പോകാൻ പറ്റും, എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ കുഴി ചാടാതിരിക്കാനായിട്ട് ഞാൻ നോക്കും, അവൻ വരുന്നതിന് മുമ്പേ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അവന് വേണ്ടി ഞാനെന്തിനാ ഈ കുഴി ചാടുന്നു? എൻ്റെ നടുവ് പോകും, എൻ്റെ വണ്ടി പോകും. അവന് വേണ്ടി ഞാൻ കുഴി ചാടേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ കുഴി വെട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഈ കാര്യം കർത്താവ് ചെയ്തിരുന്നെങ്കിലോ? നമ്മളെ ഓരോരുത്തരുടെയും ശിക്ഷ ഏറ്റെടുത്ത് ഈ പാപത്തിൻ്റെ വിഴുപ്പുകെട്ടും ചുമന്ന് ഈ കുഴി ചാടേണ്ട കാര്യം കർത്താവിനുണ്ടായിരുന്നോ? കർത്താവിനില്ലായിരുന്നു. എന്നിട്ടും കർത്താവ് അത് ചെയ്തില്ലേ? ചെയ്തു. അപ്പം ഇതെനിക്ക് വേണ്ടി ആ കർത്താവ് ഇതെല്ലാം വഹിച്ചത്, അനുഭവിച്ചത്, സഹിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നന്ദിയുടെ ഒരു ഹൃദയം ഉണ്ടാവണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നന്ദിയുടെ ശുശ്രൂഷയാണ്. മൂന്നാമതായിട്ട്, ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ, ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആ ആ ആ ആ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ മുഹമ്മദ് സഭയിലെ ഒരു സഹോദരിയുടെ ഒരു പാത്രം, അത് ഒരു കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഫുഡ് തന്നു വിട്ടതാണ്. 2 പ്രാവശ്യം ഞങ്ങൾ അതും കൊണ്ട് സഭയിൽ ചെന്നതാണ്. അന്നേരം ആ സൗകര്യം വന്നിട്ടില്ല, പിന്നെ കൊടുക്കാനും പറ്റിയിട്ടില്ല. ഈ പാത്രം ഇപ്പോഴും ഞങ്ങളുടെ കൈവശം ഇരിക്കുക. ഈ പാത്രം കാണുമ്പോഴെല്ലാം ഞങ്ങൾ എന്താ ഓർക്കുന്നതെന്നറിയാം. ആ ആളെ ഓർക്കും. ഞാനും അച്ഛനും കൂടെ അത് അന്യോന്യം പറയാറുമുണ്ട്, ഇത് ഇന്നാളുടെ പാത്രമാണല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ സ്വന്തം പോലെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പല പ്രാവശ്യം കൊണ്ടുപോയിട്ട് വന്നില്ല, പിന്നെ കൊണ്ടുപോകാൻ പറ്റിയതുമില്ല. അപ്പോൾ ഈ പാത്രം കാണുമ്പോഴെല്ലാം ഓർക്കുന്ന ഒരാളുണ്ട്, അല്ലേ? ഇതൊരു സാധാരണ സംഭവമാണ്. ഇതുപോലെ നമ്മൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നിരിക്കട്ടെ. ഞങ്ങളുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് പലപ്പോഴും ഇരിക്കുന്നത് കാണുമ്പം, ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഗിഫ്റ്റ് കയ്യിലോട്ട് എടുക്കുമ്പോൾ ആളെ ഓർക്കത്തില്ല, നമ്മൾ ഓർക്കും. ചില ഷർട്ട് വാങ്ങിച്ചു തന്നു, അല്ലെങ്കിൽ പാൻസ് വാങ്ങിച്ചു തന്നു, അല്ലെങ്കിൽ ചുരിദാർ വാങ്ങിച്ചു തന്നു. അത് ഇടുമ്പോഴെല്ലാം ഈ വാങ്ങിച്ചു തന്ന ആളെ നമ്മൾ ഓർക്കും. ശരിയല്ലേ? ഇതേ കാര്യം കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം.
ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ യോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ യോസേഫിനൊപ്പം 2 പേരുണ്ടായിരുന്നു. ഒരു പാനപാത്രവാഹകനും ഒരു അപ്പക്കാരനും ഉണ്ടായിരുന്നു അല്ലേ. അവർ 2 പേരും 2 സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം യോസേഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. യോസേഫ് പറഞ്ഞതുപോലെ തന്നെ അപ്പക്കാരനെ തൂക്കിലേറ്റുകയും ചെയ്തു. പാനപാത്രവാഹകൻ തിരിച്ച് രാജാവിൻ്റെ പാനപാത്രവാഹകനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ പോകുന്നതിന് മുമ്പ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞു, എന്നെ ഓർക്കണമെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളവിടെ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പാനപാത്രവാഹകൻ യോസേഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓർക്കാതെ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. ഓർക്കാതെ മറന്നു കളഞ്ഞു. മറന്നു കളഞ്ഞു എന്ന് മാത്രം എഴുതിയാലും, മറന്നു പോയി എന്ന് എഴുതിയാലും ആശയം വ്യക്തമാണ്. ഓർക്കാതെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞാലോ അത് വളരെ ഡീപ്പാണ് അല്ലേ, വളരെ ആഴത്തിൽ അത് പറഞ്ഞേക്കുന്നു. അപ്പം ഇതൊരു ശീലമായി കഴിയുമ്പോൾ, ഈ തിരുവത്താഴ ശുശ്രൂഷ ഒരു ശീലമായി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ചെന്നൊന്ന് തല കാണിച്ച് കൂട്ടായ്മ കൊടുത്ത് ഇട്ട് പോരാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഓർമ്മ വേണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ സഭാഹാളിനുള്ളിൽ ആയിരിക്കുന്നത്? ഇത്രയോ ഞായറാഴ്ചകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. 4 ചുമരുകളിൽ ഒതുങ്ങിയ ഈ ഞായറാഴ്ചകൾ എനിക്ക് എപ്പോഴാണ് ലഭിച്ചത്? ലോകം ചെലവിടുന്നത് പോലെ എനിക്ക് ചെലവിട്ടുപോയ ഒത്തിരി ഞായറാഴ്ചകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മാത്രം എന്താ ഞാൻ ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയത് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളുകളിൽ? അതാ ഓർമ്മ. ഈ ഓർമ്മ വേണം. ഇത് കർത്താവിനോടുള്ള സ്നേഹമാണ്. അതുപോലെ സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ വലിയൊരു രാജാവ് ഒരു ചെറിയ പട്ടണത്തിനെതിരെ വാടക കോരുന്ന ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പട്ടണത്തെ നിരോധിച്ചു. എന്നാൽ ആ പട്ടണത്തിൽ ഒരു സാധുവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ ബുദ്ധി ജ്ഞാനം നിമിത്തം ആ പട്ടണത്തെ മുഴുവൻ രക്ഷിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇരുന്ന ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ സാധുവിനെ പിന്നെ ഓർത്തില്ല എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ലഭിച്ച നന്മയെക്കുറിച്ച് ഓർത്ത് നന്ദിയുള്ളവരായി തീരുന്നതിന് പകരം നന്ദി കേട് കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഓർക്കാതെ വരുന്നത്. പോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും മറ്റൊന്ന്, ഇതൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ഇത് കൂട്ടായ്മയും കൂടെയാണ്. ഈ അപ്പവും ഈ പാനപാത്രവും നമ്മൾ ഓർക്കുന്നത്. കൂട്ടായ്മ എന്ന വാക്കിന് കമ്മ്യൂണിയൻ എന്നും ഫെലോഷിപ്പ് എന്നും ഒക്കെയാണ് അർത്ഥമുള്ളത്. ഷെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാനും കർത്താവും കൂടെ ഒരു കൂട്ടു ബിസിനസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കരുത്. ഷെയറുകാരല്ല ഇത്. ഞാനും കർത്താവും കൂടെ ഒരു കൂട്ടു ബിസിനസ് ചെയ്യുകയല്ല. പിന്നെന്താ? കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. എനിക്ക് ലഭിക്കേണ്ടുന്ന സ്ഥലം വേറെയാണ്. അവിടെ പോകാതെ ദൈവം എന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ആ കൂട്ടായ്മയിലേക്ക് എന്നെ, അല്ലാതെ ഷെയർ ബിസിനസ് പങ്കുകച്ചവടക്കാരനായിട്ട് വന്നതല്ല. അപ്പം തന്നെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. എന്താ വായിച്ചത്? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണല്ലോ. അപ്പം നമ്മളെന്താണ്? ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു യോഗത്തിന് വരാതിരിക്കുമ്പോൾ, ഒരു ഞായറാഴ്ച വരാതിരിക്കുമ്പോൾ ഒരംഗം എന്ത് ചെയ്യുക? വീട്ടിലിരിക്കുക. ഒരവയവം വീട്ടിലിരിക്കുക, അവയവ സ്ഥലത്തില്ല. അത് ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നാം ഓർക്കണം. ഒരവയവം ഇല്ലാതിരിക്കുമ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമോ? ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ അംഗവിച്ഛേദം ചെയ്തവരോട് ചോദിച്ചാൽ അറിയാം. ഷുഗർ വന്നിട്ട് കാല് മുറിച്ചവരും വിരൽ മുറിച്ചവരോടും ഒക്കെ ചോദിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്കറിയാം. ഇതേ കാര്യമാണ് നടക്കുന്നത്. മറ്റൊന്ന്, ഇതൊരു പ്രഖ്യാപനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. എന്താ ഈ പ്രഖ്യാപനം?
അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കണം. ഞാനും ബേബിശാനും കൂടെ 2018 ഇവിടുത്തെ സഭ ആരംഭിച്ചതിന് ശേഷം ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ പ്രവർത്തനത്തിന് ചെന്നപ്പോൾ കയറി ചെന്നപ്പോൾ നമ്മുടെ വിശ്വാസിയുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പാപികളാണെന്നും കർത്താവ് ക്രൂശിക്കപ്പെട്ടതാണെന്നും എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു. ഈ വാക്യം എന്താ പറഞ്ഞേ? അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ. അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു? ആഴ്ചവട്ടത്തിന് 1-ാം നാളിലാന്ന് പറഞ്ഞു. അപ്പോൾ ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും ഈ അപ്പത്തിൽ നിന്നും ഈ പാനപാത്രത്തിൽ പങ്കുകാരുമ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഈ ചോദ്യം ചോദിക്കുന്നു. സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ വേദനിപ്പിക്കുന്ന കാര്യമായത്, വേദനിപ്പിക്കുന്ന കാര്യമാണ്, ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ ആരായിരുന്നു എന്ന് എന്നെ തന്നെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. എല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞത്. അതാണ് ഞാൻ പുറപ്പാട് ദിവസത്തിൽ ആദ്യം വായിച്ചത്. നിങ്ങളിത് മറന്നു പോകരുത്. ഇത് നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം. ഇത് മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊരു ഒരു പ്രൊക്ലമേഷൻ, ഒരു പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? എൻ്റെ മരണത്തെയാണ് നിങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ മാത്രം കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ മഹാന്മാർ ഈ ലോകത്തിൽ ജനിച്ചു വളർന്നുപോയി, ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ട് മൺമറഞ്ഞ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം, എൻ്റെ മരണത്തെ ഓർത്ത് ഇത് പ്രസ്താവിക്കണമെന്ന് പറയാനായിട്ട് ആരും തയ്യാറായിട്ട് ആരും ചെയ്യത്തുമില്ല. പക്ഷേ ഇതാണില്ല കോടാനുകോടി മനുഷ്യൻ 21 നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രാധാന്യം അതിനുണ്ട്. ഇനിയും ഇതിനകത്തൊരു പ്രതീക്ഷ കൂടെയുണ്ട്. എന്താ പ്രതീക്ഷ? കർത്താവ് വരുവോളം, ടിൽ ഹീ കം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെയും കർത്താവ് വന്നിട്ടില്ല എന്ന്. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് അത് പറയുന്നത്. നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് വന്നാട്ടെ എന്നും പറയുന്നു. വാസ്തവത്തിൽ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് വന്നാൽ എൻ്റെ എന്തെല്ലാം പരിപാടികൾ അവതാളത്തിലാവുമെന്നറിയാവോ? അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് എന്തിനാണ് പൗലോസ് അത് പറഞ്ഞത്? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവനെന്നും കർത്താവ് വരുന്നുവെന്നും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിനെയും സ്നേഹിക്കണം. പക്ഷെ അതിനെ ഓർത്ത് സ്നേഹിച്ച് വരുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രതീക്ഷയുടെ ശുശ്രൂഷയാണ്. ഒടുവിലായിട്ട് ഇത് എന്നെ തന്നെ പരിശോധിക്കേണ്ടുന്നൊരു ശുശ്രൂഷയും കൂടെ. വിവേചിക്കണം, എൻ്റെ ശരീരത്തെ ഞാൻ വിവേചിക്കണം. വിവേചിച്ചാൽ വേറൊരാൾ വിവേചിക്കേണ്ടതായിട്ട് വരികയില്ല. മറ്റൊരാൾ വിവേചിക്കാനായിട്ട് അവസരം കൊടുക്കരുത്. ഞാൻ തന്നെ വിവേചിച്ച് ഞാനിതിൽ നിന്ന് പങ്കുകാരാക്കണം. 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. 31-ാമത്തെ വാക്യം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഞാനായിട്ട് എന്ത് ചെയ്തോണം? ഇത് കഴിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ, ഇതിൽ നിന്ന് പങ്കുകാരാകാൻ എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തന്നെ വിവേചിച്ച് മനസ്സിലാക്കിക്കോണം. വേറൊരാൾക്ക് അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല, വേറൊരാൾ വിവേചിക്കേണ്ട ആവശ്യമില്ല. അറിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം. പക്ഷെ അതിന് അവസരം കൊടുക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആന്തരിക അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ എനിക്ക് ഇതിനകത്തുനിന്ന് പങ്കെടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാം. അപ്പോൾ നാം ഇത്രയും നേരം ചിന്തിച്ചത് തിരുവത്താഴം, കർത്തൃമേശ അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം, ഇതിലേതാണ് ശരി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് കണ്ടു. എന്നാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു. ഇത് ചെയ്യുമ്പോൾ, ഇത് അനുഷ്ഠിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞു.
ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്സിൽ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിന്നുകൊണ്ട് നമ്മെ തന്നെ മറ്റുള്ളവരാൽ വിധിക്കപ്പെടുവാൻ അവസരം കൊടുക്കാതെ നമ്മെ തന്നെ വിവേചിച്ചും കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.